ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ദീനിന്റെ ഇസ്സത്തിലായി ഹിമ്മത്തിലായി ഈ സമുദായത്തിന് ലോക മുസ്ലിങ്ങൾക്ക് ഖൈറായി അല്ലാഹുവേ നീ നീട്ടി കൊടുക്കണം അല്ലാഹ്. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തായിരുന്നു താജുൽ ഉലമ. ഒരുപാട് പറയാനുണ്ട് താജുൽ ഉലമനെ പറ്റി, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ ലത്തീഫി ഉസ്താദിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ ആ വീട്ടിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ നടുക്ക് നല്ല ആടിന്റെ തല കൊണ്ടുവന്ന് വെച്ച്. ഞാൻ താജുൽ ഉലമയുമായി ഞാൻ കർണാടക സ്റ്റേറ്റിൽ വയലു പറയാൻ തുടങ്ങിയിട്ട് 43 കൊല്ലായി. ഞാൻ ആദ്യമായിട്ട് കർണാടകയിൽ വന്നത് വിട്ലത്തിന്റെ അപ്പുറത്തുള്ള കമ്പളപേട്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് കർണാടകയിൽ വന്ന് ഞാൻ പ്രസംഗിച്ചത്. അതൊക്കെ ഇപ്പോഴും എന്റെ കയ്യിൽ അതിന്റെ രേഖയും ചരിത്രമൊക്കെ ഉണ്ട്. അന്ന് ആ കാലം മുതൽ താജുൽ ഉലമ എവിടെ ഉണ്ടോ അവിടേക്ക് നമ്മളുണ്ട്. അപ്പൊ താജുൽ ഉലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ആടിന്റെ തല. അത് കാണണം. ആടിന്റെ തല ഇല്ലെങ്കിൽ ചോദിക്കും ആടിന്റെ തലയില്ലടാ അവിടെ എന്നൊന്നുമില്ലേ കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. എന്നിട്ട് അത് അഴിക്കുന്നവർക്കൊക്കെ പൊളിച്ചിട്ട് കൈകൊണ്ട് തന്നെ താജുൽ ഉലമ എന്നെ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള ആ തലച്ചോറും നല്ല പശല ഇറച്ചിയൊക്കെ എല്ലാവർക്കും കൈകൊണ്ട് ബർക്കത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അല്ലാഹ് ആ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് മഹാനവർഗൻ ഈ കർണാടകയിൽ ഈ ദക്ഷിണ കന്നഡയായാലും മധ്യ കന്നഡയായാലും ഈ കർണാടക സ്റ്റേറ്റിൽ മഹാനവറുകൾ കാലുകുത്താത്ത എത്താത്ത ഒരു തരി പ്രദേശമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കർണാടകയിൽ കേരളക്കാരനായ കടലുണ്ടിക്കാരനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് അവറുകൾ ഈ കർണാടകയിൽ പടയോട്ടം നടത്തിയ മഹാനാണ്. ഒരു വിട്ടുവീഴ്ചയും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആരോടും താജുൽ ഉലമ ചെയ്യില്ല. ദീനാണ് വലുത്. അവിടുത്തെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് കേട്ടോ നിങ്ങൾ. അല്ലാഹ് താജുൽ ഉലമയുടെ പാണ്ഡിത്യം അവിടെ നിന്നാണ് ഒരു ക്ലിപ്പ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിൽ പറയാണ് അവിടുന്ന് പറയാൻ എന്താണെന്നറിയോ, ഒട്ടുമിക്ക കിതാബും ഞാൻ കാണാതെയാണ് ദർശനം നടത്തുന്നത്. ഇരുന്നിട്ട് ദർശനം നടത്താൻ എനിക്ക് പ്രയാസമുള്ളപ്പോൾ ഞാൻ നടന്നിട്ടാ ദർശനം നടത്താറ്. നടന്ന് ദർശനം നടത്തുമ്പോൾ എനിക്ക് കിതാബ് നോക്കാൻ പറ്റും. ജമ്മോ വൈദാവ്യോ ആദ്യ മുല്ലാസനോ യഹ്യ ഞാൻ അപ്പുറത്തുള്ള ഏതോ ബുഖാരിയോ മുസ്ലിമോ ഏതായാലും താജുൽ ഉലമക്ക് മുഴുവൻ കിതാബും കാണാതെയാണ്. അങ്ങനെ കാണാതെ ദർശനം നടത്താനുള്ള ഭാഗ്യം കിട്ടാനുള്ള കാരണം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്നറിയോ? അതെനിക്ക് കിട്ടിയത് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പക്കൽ നിന്നാണ്. അതെങ്ങനെയാ കിട്ടിയതെന്നറിയോ? താജുൽ ഉലമ പറയാണ്, അവർക്കൊരു ഫാത്തിഹ നിത്യവും ഓതുകിൽ അവരെ ദുആയോ ബറക്കത്തുമെത്തുമേ. മുഹയ്യിദ്ദീൻ മാലിയിൽ ഒരു വാക്കുണ്ട്, അവർക്കൊരു ഫാത്തിഹ നിത്യവും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മുഹയ്യിദ്ദീൻ ശൈഖിന് നിത്യം മുടങ്ങാതെ ഒരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ അവരുടെ ദുആയും ബറക്കത്തും കിട്ടുമെന്ന് ഖാദി മുഹമ്മദ് തങ്ങൾ മുഹയ്യിദ്ദീൻ മാലിയിൽ പറഞ്ഞിട്ടുണ്ട്. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് പറയാണ്, എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സമയം വരെ ഞാൻ ഗൗസുൽ ആലമിന് വേണ്ടി ഫാത്തിഹ ഓതാത്ത ദിവസമില്ല. ആ ബറക്കത്താണോ എനിക്ക് ഈ കാണുന്നത്. ഖാദിയായാലും മുല്ലാസനായാലും ഖുത്ബിയായാലും മീർ ഖുത്ബിയായാലും ജമ്മായാലും ബൈലാബിയായാലും ബുഖാരി ആയാലും മുസ്ലിം ആയാലും മുത്തവ്വലായാലും ഇനി ഏത് കിതാബായാലും കാണാതെ ദർശനം നടത്താനുള്ള കഴിവെനിക്ക് കിട്ടിയത് ഗൗസുൽ ആലമിന്റെ കറാമത്ത് വഴിയാണ് കേട്ടോ. അതാണ് താജുൽ ഉലമയുടെ പാണ്ഡിത്യം. അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണം അല്ലാഹ്, ദറജ ഉയർത്തി കൊടുക്കണം അല്ലാഹ് കേട്ടോ. ചെറിയ ആളല്ല താജുൽ ഉലമ. പാണ്ഡിത്യത്തിന്റെ ബഹറനെ എല്ലാം. താജ് എന്ന് പറഞ്ഞാൽ കിരീടം, ഉലമാക്കളുടെ കിരീടം. കിരീടം എന്ന് പറഞ്ഞാൽ ഏറ്റവും മീതരിക്കുന്ന കിരീടം. അതിന്റെ മേത പിന്നെ ഒന്നുമില്ലല്ലോ. ഒരാൾ തലയെക്കെട്ട് കെട്ടിയിരുന്നെങ്കിൽ ആ തലയെക്കെട്ടിന്റെ മുകളിൽ വെക്കാണ് കിരീടം. കിരീടത്തിന്റെ മുകളിൽ പിന്നെ തലയെക്കെട്ടില്ല. കിരീടം ഏറ്റവും മുകളിലാണ്. ആ ഉലമാഇന്റെ താജാണ് അവിടുന്ന്. പകരം വെക്കാനില്ലാത്ത ഒരാളാണ് താജുൽ ഉലമ മഹാനവർഗൻ. അല്ലാഹ് അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ച ജീവിതമാണ്. സമ്പാദ്യം അവിടുന്ന് ദുനിയാവിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. മുഴുവൻ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്തു. ആയിരക്കണക്കായ ശിഷ്യന്മാര്, മദനികളും അല്ലാത്തവരുമായ ആയിരക്കണക്കായ പണ്ഡിതന്മാര് അദ്ദേഹം വാർത്തുവിട്ടു. സുബ്ഹാനല്ലാഹ്.
ആ താജുൽ ഉലമയുടെ നാമധേയത്തിലാണ് നമ്മളിവിടെ ഈ സുങ്കതകട്ടയില് വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും സൗദവും പണിയുന്നത്. ഉലമാഇനെ പ്രിയം വെക്കുക എന്നുള്ളത് അത് അള്ളാഹു തൗഫീക്ക് കൊടുത്തവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരക്കാരല്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. എന്റെ സമുദായത്തിലെ ഉലമാഇന്റെ പവിത്രത, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായീലിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.